ഈ ഇടയ്ക്ക് ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചീരയെക്കുറിച്ച്. ചായ മൻസ എന്ന പേര്. ഇത് നമുക്കിവിടെ കിട്ടില്ല, ബാംഗ്ലൂരിൽ കിട്ടില്ല. അപ്പോൾ നാട്ടിൽ പോയ സമയത്ത് ഞാനിത് കണ്ടു. അപ്പം അമ്മ പറഞ്ഞു ഇതാണ് ആ ചീര എന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇത് കഴിച്ചു നോക്കണമല്ലോ പോകുന്നതിന് മുമ്പായിട്ട്, കാരണം നമുക്കിവിടെ കിട്ടില്ലല്ലോ. അങ്ങനെ കുറേ ചീരയൊക്കെ പറിച്ചെടുത്തു. നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള ചീര തികയാത്തതുകൊണ്ട് അയലൊക്കത്തൊക്കെ പോയിട്ട് നൈസായിട്ട് പറിച്ചെടുത്തുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ കുറേ ചീര കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ തണ്ട് വേണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ തണ്ടോടുകൂടിയാണ് എടുത്തത്. പിന്നെയാണ് തണ്ടെടുത്ത് മാറ്റി കളഞ്ഞിട്ട് ചീര മാത്രം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്ത ചീര ഇതിലേക്ക് കുറച്ച് ഉള്ളി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് എടുത്തിട്ടുണ്ട്. ഈ ചീരയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ജിജോട്ടിൻ്റെ പെങ്ങളാണ് കേട്ടോ തോരൻ വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചു. കുറച്ച് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ചീര ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് വാടുന്ന വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് അധികം തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചേർക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അതേപോലെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ചീരയ്ക്ക്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ.